നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് ഏരിയയിലാണ്. ഇത് വരുന്ന നമ്മൾ ആലുവയിൽ നിന്ന് വരുമ്പോൾ മുട്ടം മെട്രോ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡായിട്ട് ഒരു 1.5-2 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു ഫുഡ് സ്പോട്ട് ഉള്ളത്. നല്ലൊരു അടിപൊളി സ്ഥലമാട്ടോ ഇവിടെ. എൻ്റെ ബാക്ക് സൈഡിലാണ് ആ ഒരു സ്പോട്ട് കാണുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയായപ്പോൾ ഇവിടെ ആക്ച്വലി എത്തിയതാണ്. പക്ഷേ അന്നേരം ഈ ഷോപ്പൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ് ഷോപ്പൊക്കെ ആക്റ്റീവായത്. 2 സൈഡും നെൽപ്പാടങ്ങളാണ്. അടിപൊളി സ്ഥലം കേട്ടോ. നമുക്ക് അവിടെ ചെന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഗ്രീൻ പീസ് എഗ് ബുർജി ഉണ്ടാവും, എഗ്ഗ് കലക്കി, മിൽക്ക് സർബത്ത്, ചിക്കൻ 65 70 രൂപയുള്ളൂ. വർത്താണ്, എല്ലാവരും അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് കുടിക്കാനാണെങ്കിൽ കട്ടനുണ്ട്, സുലൈമാനുണ്ട്, നെറുന്നണ്ടി കട്ടനുണ്ട്, പിന്നെ കോഴിക്കോടൻ മിൽക്ക് സർബത്ത് ഉണ്ടാവും. പെട്ടെന്ന് മറക്കണം കേട്ടോ. ഹാഫ് ബോയിൽഡ് ആകുമ്പോൾ കൂടെ കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുക. അതിലൊരു മാറ്റമില്ല കേട്ടോ, കൈ പൊള്ളുക. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് ഏരിയയിൽ വന്നിട്ടുണ്ട്. നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന എഗ്ഗ് കലക്കിയാണ്. ഇത് നമ്മുടെ ഹാഫ് ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ നറനീണ്ട് കട്ടനാണ്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കുടിക്കാൻ പറ്റിയൊരു നല്ലൊരു സംഭവമായിട്ട് നറനീണ്ട് കട്ടൻ. ഞാനത് കുടിക്കാൻ പോവാണ്. കുറേ ആളുകളിവിടെ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി സ്ഥലമായിട്ട് ഇവിടെ. മൊത്തം ചവറുമാണ്. കമ്പനിപ്പടി കരണ്ടി അമർത്തി പിടിച്ചാൽ മതി കയ്യിലേ. ചവറുകൂടം പറഞ്ഞാൽ തന്നെ കുറേ പേർക്ക് അറിയും. താമസമുള്ള അടുത്താണ്. ഗ്രീൻ പീസ് എഗ് ബുർജി കഴിച്ചോ? അത് നമ്മളെ കോഴിക്കോട് കഴിച്ചോ? ഗ്രീൻ പീസ് എഗ് ബുർജി അടിപൊളിയായിരിക്കും. നമ്മളെ കോഴിക്കോട് ഗ്രീൻ പീസ് എന്നാ പറയാ. ഇവിടെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഗ്രീൻ പീസ് എഗ് ബുർജി ആക്കിയതാ. മുട്ട എടുത്തോ, 2 മുട്ട എടുത്തോ. അപ്പോൾ നമ്മൾ അടുത്ത് മേടിച്ചിരുന്നു കണ്ടോ, നല്ല പിടിയും അതുപോലെ തന്നെ ബീഫും ആണ്. സാധാരണ നമ്മൾ പിടിയും കോഴിക്കറിയൊക്കെ അല്ലേ കണ്ടിരിക്കുന്നത്. ഇത് പിടിയും ബീഫും ആണ്. ഇത് നമ്മുടെ തേങ്ങാപ്പാലുണ്ടാക്കുന്ന പിടി കേട്ടോ. നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ചൂടുവെള്ളത്തിലല്ലേ പിടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നല്ല ഗ്രേവിയൊക്കെ എടുത്ത് തേങ്ങാപ്പാലിൻ്റെ നല്ല ടേസ്റ്റ്. അപ്പം നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റം കേട്ടോ, ഗ്രീൻ പീസ് എഗ്ഗ് ബുർജി കണ്ടോ. എഗ്ഗും ഗ്രീൻ പീസും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് എഗ്ഗ് ദോശയാണ്. ഇതിന് വേണ്ടി നമുക്ക് സാമ്പാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേവിയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. പക്ഷേ നമ്മളിത് പ്ലെയിൻ ആയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 65.
നേരത്തെ തീരും രണ്ട് ഓംലേറ്റ് കുറേ അപ്പോൾ നമ്മളിത് വേറൊരു സ്പെഷ്യൽ ഐറ്റം മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കുറേ സാധനങ്ങൾ കഴിച്ചില്ല. ആ ഒരു ഷോപ്പല്ല കേട്ടോ ഇത്. അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്തുള്ള വേറൊരു കടയാണ്. നല്ല നൈസ് പത്തിരിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു മസാലപ്പത്തിരി ഉണ്ട്, നല്ല ബീഫ് കറിയും. ഇത് കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുകയാണ് നമ്മൾ. തേങ്ങാപ്പാലും പത്തിരി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. നൈസ് പത്തിരിയാണ്. ഇവിടെ മസാല പത്തിരി നമ്മളിത് ഈ ഒരു കടയിൽ നിന്ന് തന്നെ നല്ല മുന്തിരി ചായയും അതുപോലെ ചോക്ലേറ്റ് ചായയൊക്കെ കുടിച്ചു കിട്ടാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ലൊരു അടിപൊളി സ്ഥലമാട്ടോ ഇവിടെ. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ ഈ കടകളൊക്കെ ഓപ്പൺ ആവുന്നത് ഒരു 5:30 മുതൽ 12 മണി വരെയാണ് ഇവിടുത്തെ കടകളൊക്കെ ഓപ്പൺ ആവുന്നത്. നല്ല തിരക്കുണ്ട്. രണ്ട് സൈഡും പാടങ്ങളാണ്. നെല്ലൊന്നും കൃഷിയൊന്നും നടക്കുന്നില്ല, എന്നാലും പാടങ്ങളാണ്. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നവരെ ടാറ്റാ.